വിവാദങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി പോലീസ്. നവകേരള യാത്രയ്ക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിയ കേസിലാണ് നടപടി. ഗൺമാൻ അനിൽകുമാറും സുരക്ഷാസേനയിലെ എസ് സന്ദീപും തിങ്കളാഴ്ച ഹാജരാകണം. മുഖ്യമന്ത്രിയുടെ കൂടെ വിലസുന്ന ഉദ്യോഗസ്ഥർ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണെന്ന് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. നവകേരള യാത്രക്കിടെയുണ്ടായ ക്രൂരമായ അതിക്രമം ചൂണ്ടിക്കാട്ടി പരാതിക്കാർ കോടതിയെ സമീപിച്ചതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ എസ് സന്ദീപ് എന്നിവരെ പ്രതികളാക്കി ആലപ്പുഴ സൌത്ത് പോലീസ് ഡിസംബർ 23-ന് കേസെടുത്തത്. ചോദ്യം ചെയ്യലിനായി സ്റ്റേഷനിലെത്താൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും തിരക്കുകൾ ചൂണ്ടിക്കാട്ടി ഇവർ ഒഴിവായി. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം സൌത്ത് പോലീസ് പ്രതികൾക്ക് രേഖാമൂലം നോട്ടീസ് നൽകിയത്. അനിൽ കല്ലിയൂരിന്റെയും എസ് സന്ദീപിന്റെയും തിരുവനന്തപുരത്ത് വീട്ടിലെത്തിയ പോലീസ് തിങ്കളാഴ്ച ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ അന്നേ ദിവസവും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ളതിനാൽ അസൌകര്യമുണ്ടെന്ന് പ്രതികൾ പോലീസിനെ അറിയിച്ചതായാണ് സൂചന. അതേസമയം ഉദ്യോഗസ്ഥർ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണെന്നും ഒരു കാരണവശാലും ഇവരെ വെറുതെ വിടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. എത്രയോ ദിവസം മുമ്പാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവുണ്ടായത് ഇവർക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞു. അത്ര ദിവസമായിട്ടും ഇവർ പോലീസിന് മുമ്പിൽ ഹാജരാകാതെ നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കൂടെ പരസ്യമായിട്ട് ഇവർ നടക്കുകയാണ്. ഇത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ്. രണ്ട് ഗൺമാന്മാർ മുഖ്യമന്ത്രിയുടെ ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തും നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നീതിന്യായം ഉറപ്പുവരുത്തേണ്ട മുഖ്യമന്ത്രിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നിന്ന് നീതിന്യായ സംവിധാനത്തെ ഈ രണ്ടുപേരും വെല്ലുവിളിക്കുകയാണ്. ഡിസംബർ 15-നാണ് ആലപ്പുഴ നഗരത്തിലെ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളായ അജയ് ജുവൽ കുര്യാക്കോസും A.D. തോമസും മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാട്ടിയത്. ഇതിൽ പ്രകോപിതരായാണ് പ്രതികൾ ചേർന്ന് ഇരുവരെയും ക്രൂരമായി മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് ആദ്യം ക്ലീൻ ചീറ്റ് നൽകിയ പോലീസ് ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് കേസിൽ FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത്. റിപ്പോർട്ടർ, ആലപ്പുഴ.